രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് തിരുവനന്തപുരത്തേക്ക് തന്നെയാണ്. അവിടെയാണ് 100 സീറ്റുകളിലേക്ക് വോട്ടെടുപ്പ് നടന്നപ്പോൾ 50 സീറ്റുകളിൽ ഇപ്പോഴും NDA മുന്നിട്ട് നിൽക്കുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം 5 പതിറ്റാണ്ടായുള്ള സ്വപ്നമാണ് ഇപ്പോൾ സാക്ഷാത്കരിക്കപ്പെട്ടത് എന്നാണ് BJPയുടെ സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ പ്രതികരിച്ചത്. ഞങ്ങൾ ഇങ്ങനെയൊരു സുദിനത്തിന് വേണ്ടിയാണ് കാത്തിരുന്നത് എന്ന് അവർ പറയുന്നു. ഞങ്ങളുടെ പ്രധാനമന്ത്രി രാജ്യ തലസ്ഥാനമായ ഡൽഹിയിൽ നിന്ന് കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ അവിടെ വിമാനത്താവളത്തിൽ സ്വീകരിക്കാൻ ഞങ്ങളുടെ മേയർ കാത്തു നിൽക്കുമെന്നും 45 ദിവസത്തിനകം ഞങ്ങൾ വിജയിച്ച് അധികാരത്തിലേറിയാൽ പ്രധാനമന്ത്രിയെ തിരുവനന്തപുരത്ത് എത്തിക്കുമെന്നും പറഞ്ഞ BJPക്ക് ജനങ്ങൾ വലിയ പിന്തുണ നൽകുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തിരുവനന്തപുരവും നേമവും വട്ടിയൂർക്കാവും കഴക്കൂട്ടവും കോവളവും ഉൾപ്പെടുന്ന നിയമസഭാ മണ്ഡലത്തിന്റെ ഭാഗങ്ങൾ വരുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ ഇത്തവണ കൈക്കുമ്പിളിലാക്കുന്നത് അത് തീർച്ചയായും BJP NDA എന്ന് തന്നെ പറയുന്നു. അങ്ങനെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ താമര വിരിയുകയാണ് ഉടനീളം എന്ന് തന്നെ പറയേണ്ടതായി വരികയാണ്. പുത്തരിക്കണ്ടം മൈതാനത്ത് അവിടെ താമരപ്പാടങ്ങളാണ് ഇനി വിരിയാൻ പോകുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. പത്മതീർത്ഥ കുളത്തിൽ താമര വിരിയുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കഴക്കൂട്ടത്തെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ കാവി പതാകകളാണ് ഉയർന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അങ്ങനെ രാഷ്ട്രീയ കേരളം കാതോർത്ത തെരഞ്ഞെടുപ്പിൽ, കണ്ണുകൂർപ്പിച്ച തെരഞ്ഞെടുപ്പിൽ ഇതാ ഇപ്പോൾ NDAയുടെ പടയോട്ടം തന്നെയാണ് തലസ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വോട്ടെണ്ണൽ ആരംഭിച്ച 6 മണിക്കൂറുകൾ പിന്നിടുമ്പോൾ കേരളം ഉറ്റുനോക്കുന്നു തിരുവനന്തപുരം NDA ഭരിക്കുമോ എന്ന്. 50ലേക്ക് എത്തി നിൽക്കുന്നു NDAയുടെ ആ മാന്ത്രിക സംഖ്യയ്ക്ക് തൊട്ടടുത്ത 51 സീറ്റുകളിൽ ആണ് NDAക്ക് ഭരണം ഉറപ്പിക്കാൻ ആവശ്യമായിട്ടുള്ളത് എങ്കിൽ 50 സീറ്റുകളിൽ ഇപ്പോൾ NDA എത്തി നിൽക്കുന്നു. കേവലം 1 സീറ്റ് മാത്രമാണ് അകലം. അവിടെ ആരെയായിരിക്കും BJP പാളയത്തിലേക്ക് എത്തിക്കുക? 2 സ്വതന്ത്രർ എന്നത് ഇപ്പോൾ നിലനിൽക്കുന്നു. ആ 2 സ്വതന്ത്രരിൽ ഒരാളെയെങ്കിലും ഒപ്പം ചേർത്താൽ ഭരണം പിടിക്കാമെന്ന സാഹചര്യം ആണ് തിരുവനന്തപുരത്തുള്ളത്. അങ്ങനെ തിരുവനന്തപുരത്ത് BJP ചരിത്രത്തിൽ ആദ്യമായി അധികാരത്തിൽ വരുമോ എന്നത് എല്ലാവരും ഉറ്റുനോക്കുന്നു. ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും പഴക്കം ചെന്ന കോർപ്പറേഷനുകളിൽ ഒന്നാണ് തിരുവനന്തപുരം. 1940 രൂപീകൃതമായ തിരുവനന്തപുരം കോർപ്പറേഷൻ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് രൂപീകൃതമായ തിരുവനന്തപുരം കോർപ്പറേഷൻ, ഇന്ത്യ എന്ന രാജ്യം സ്വാതന്ത്ര്യം നേടുന്നതിന് മുമ്പ് രൂപീകൃതമായ ആ കോർപ്പറേഷനാണ് BJP ഭരിക്കാൻ പോകുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത്. കേരളം എന്ന സംസ്ഥാനം രൂപീകൃതമാകുന്നതിന് മുമ്പ് രൂപീകൃതമായ കോർപ്പറേഷനാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. ആ കോർപ്പറേഷനിൽ ആണ് ഇപ്പോൾ താമര വിരിയുന്നത് എന്നതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. അങ്ങനെ തലസ്ഥാനത്ത് മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ അത് കേരളത്തിലെ രാഷ്ട്രീയത്തിന്റെ തലമാറ്റത്തിന്റെ സൂചികയാണോ എന്നതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. പ്രത്യേകിച്ച് BJP പുതുതായി പയറ്റുന്ന തന്ത്രങ്ങൾ കേരളത്തിൽ വിജയിക്കാനുള്ള ശേഷി ഉണ്ടാക്കുമോ എന്നതിൻ്റെ ലിറ്റ്മസ് ടെസ്റ്റായി തിരുവനന്തപുരം മാറുമോ എന്നതാണ്. പ്രത്യേകിച്ച് സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് രാജീവ് ചന്ദ്രശേഖരൻ എന്ന വലിയ രാഷ്ട്രീയ പാരമ്പര്യമില്ലാത്ത ഒരാളെ പ്രതിഷ്ഠിക്കുമ്പോൾ അവിടെ ഈ രാഷ്ട്രീയ തന്ത്രങ്ങൾക്കപ്പുറത്ത് വികസനം മാത്രം ചർച്ചയാകുന്ന പശ്ചാത്തലത്തിൽ ആ വികസന ചർച്ചകൾ എത്രത്തോളം ഫലപ്രദമാകുമെന്ന സംശയങ്ങളുണ്ടായിരുന്നു. മാറാത്തത് ഇനി മാറും എന്ന മുദ്രാവാക്യം ആയിരുന്നു BJP ഈ തെരഞ്ഞെടുപ്പിൽ ഉടനീളം മുന്നോട്ട് വെച്ചത്. ആ മാറ്റമാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് കാണുന്നത് എന്ന് അവർ തറപ്പിച്ചു പറയുന്നു. അങ്ങനെ ഇലക്ട്രോണിക്സ് മേഖലയിൽ നിന്ന് വ്യവസായ രംഗത്ത് നിന്ന് രാഷ്ട്രീയത്തിലേക്ക് എത്തി അങ്ങനെ BJPയുടെ സംസ്ഥാന പദവിയിലേക്ക് എത്തുന്ന രാജീവ് ചന്ദ്രശേഖരൻ തൻ്റെ പ്രവർത്തനം കേന്ദ്രീകരിച്ചിട്ടുള്ളത് തിരുവനന്തപുരത്ത് തന്നെയാണ്. ആ ആത്മവിശ്വാസമായിരുന്നു തൃശ്ശൂരിലെ മീറ്റ് ദ പ്രസ് പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് താൻ നേമത്ത് മത്സരിക്കും എന്ന് പറയുന്നത്. പ്രേക്ഷകരെ, ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, നേമത്ത് രാജീവ് ചന്ദ്രശേഖരൻ മാറ്റുരയ്ക്കുമെങ്കിൽ തിരുവനന്തപുരത്തെ മറ്റ് പ്രധാനപ്പെട്ട നിയമസഭാ മണ്ഡലങ്ങളിൽ BJPയുടെ കരുത്തരായ സ്ഥാനാർത്ഥികളെ കളത്തിലിറക്കിക്കൊണ്ട് നിയമസഭയിലും ശക്തമായ പോരാട്ടം കാഴ്ചവെക്കുക. ആ സൂചനയാണ് ഇപ്പോൾ NDAയുടെ ഈ മുന്നേറ്റം നൽകുന്നത്. തീർച്ചയായും